Hello everyone. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ അല്ലെ, ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം. എന്താ ഓർഗാനിക് കോമ്പൗണ്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് നമ്മൾ എന്താ പറയുന്നത്, ഓർഗാനിക് കോമ്പൗണ്ട്സ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് പഠിക്കും വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് എന്താണ് ഓർഗാനിക് റിയാക്ഷൻ നോക്കാം. അപ്പോൾ ഓർഗാനിക് റിയാക്ഷൻസ് പറഞ്ഞാൽ എന്താ, കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവിംഗ് കാർബൺ കോമ്പൗണ്ട്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബൺ കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഓർഗാനിക് റിയാക്ഷൻസ്. ഇനി ഇതിന്റെ 5 ടൈപ്പ് പഠിക്കാറുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ടൈപ്പാണ് എന്ത്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. രണ്ടാമത്തെ ടൈപ്പിന് നമ്മൾ എഡിഷൻ റിയാക്ഷൻ എന്ന് പറയും. മൂന്നാമത്തെ കമ്പേഷൻ, thermal cracking ആൻഡ് പോളിമറൈസേഷൻ. ഇങ്ങനെ 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ ആദ്യത്തെ റിയാക്ഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ CH4 എന്ന് പറഞ്ഞാൽ എന്താ, CH4 എന്ന് പറഞ്ഞാൽ മീഥേൻ ആണ് അല്ലെ, മീഥേൻ. ആ മീഥേന്റെ കൂടെ എന്താണ് ഇവിടെ ആഡ് ചെയ്തത്, Cl2 ക്ലോറിൻ ആണ് ആഡ് ചെയ്തത്, ക്ലോറിൻ. ഇനി ഇവിടെ പ്രൊഡക്റ്റിന്റെ ഭാഗത്ത് നോക്കിയാലോ, ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ ഉണ്ടായിരുന്ന ഈ ഹൈഡ്രജൻ പോയി, എന്നിട്ട് അതിന്റെ പ്ലേസിൽ ആര് കയറി, ഒരു ക്ലോറിൻ കയറി അല്ലെ. എന്നിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോയ ആ ഹൈഡ്രജൻ എന്താണ് ചെയ്തത്, ഇവിടെ ഈ പുറത്തേക്ക് പോയ ഹൈഡ്രജൻ ഇവിടെ തന്നെ ഉണ്ട്, ബാക്കിയുള്ള ഒരു ക്ലോറിനും കൂടി ചേർന്നിട്ട് എന്തായി മാറി, HCl ആയിട്ട് മാറി അല്ലെ. ഇവിടെ എന്താ ചെയ്തത്, ക്ലോറിൻ ഹൈഡ്രജനെ അതിന്റെ പ്ലേസിൽ നിന്ന് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് അതിന്റെ പ്ലേസ് പിടിച്ചെടുത്തു അല്ലെ. അതല്ല ഇവിടെ ചെയ്തത്. CH4 എന്ന് പറയുന്ന മീഥേന്റെ അകത്തുനിന്ന് ക്ലോറിൻ ഒരു ഹൈഡ്രജനെ പുറത്താക്കി, എന്നിട്ട് അതിന്റെ പ്ലേസിൽ കയറി, പുറത്തേക്ക് പോയ ഹൈഡ്രജൻ എന്ത് ചെയ്ത്, 2 ക്ലോറിൻ ഉണ്ടല്ലോ, അതിൽ ഒരു ക്ലോറിന്റെ കൂടെ HCl ആയിട്ട് പുറത്തേക്ക് പോയി. അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷൻ നമ്മൾ എന്താ പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ ഇതാണ് അതിന്റെ നമ്മളുടെ മോളിക്കുലാർ ഫോർമുല. CH4 plus Cl2 gives CH3Cl plus HCl. CH3Cl നമ്മുടെ CH4 പോയി, ഒരു H പോയി, അതിന്റെ പ്ലേസിൽ ആര് കയറി, ക്ലോറിൻ കയറി. അപ്പൊ ഈ സാധനം ഇതിന്റെ പേരെന്തായിരിക്കും, ക്ലോറോ മീഥേൻ എന്ന് പറയും അല്ലെ, മീഥൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറോ മീഥേൻ. ഇനി ഇതിന്റെ കൂടെ വീണ്ടും നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ CH3Clന്റെ കൂടെ വീണ്ടും നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കും. അതിനു മുന്നേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാം. വിച്ച് ഹൈഡ്രോ കാർബൺ ഇസ് ഗിവൺ ഹിയർ. അപ്പൊ ഫസ്റ്റ് ഏത് ഹൈഡ്രോ കാർബൺ തന്ന, നമ്മളോട് എഴുതി വെച്ചു, മീഥേൻ ആണ് തന്ന അല്ലെ, മീഥേൻ. മീഥേൻ ആണ് ഇവിടെ ഗിവൺ. മീഥേൻ ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. Which atom replaces hydrogen in the hydrocarbon? ഏത് ആറ്റമാണ് റീപ്ലേസ് ചെയ്തത്, ക്ലോറിൻ ആണ് റീപ്ലേസ് ചെയ്തത് അല്ലെ, ക്ലോറിൻ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പൊ നമുക്ക് അവിടെ ഒരു പ്രൊഡക്റ്റ് കിട്ടി, ആ പ്രൊഡക്റ്റിന്റെ IUPAC നെയിം എന്താ എഴുതേണ്ടത്. അപ്പം അതിന്റെ IUPAC നെയിം എന്താ, ക്ലോറോ മീഥേൻ. ക്ലോറോ മീഥേൻ ആണ് അതിന്റെ IUPAC നെയിം, ക്ലോറോ മീഥേൻ. ഇവിടെ വരെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ നോക്കാം. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഈ ഡെഫിനിഷൻ നോക്കിയാലോ. എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, substitution reaction are chemical reaction in which an atom or group of atoms is replaced with another atom or group of atoms in a compound. അപ്പം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറഞ്ഞാൽ എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അതിൽ ഒരു ആറ്റത്തിനെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെയോ വേറൊരു ആറ്റമോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസോ അതിന്റെ സ്ഥലത്ത് നിന്ന് മാറ്റി അതിന് പകരം ഇവര് കയറുക. അതാണ് നമ്മൾ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഇവിടെ എടുത്തിട്ടുള്ള എന്താ, ക്ലോറോ മീഥേൻ ആണ് എടുത്തിട്ടുള്ളത് അല്ലെ. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ ക്ലോറോ മീഥേന്റെ കൂടെ വീണ്ടും നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക. ഇപ്പൊ കണ്ടോ, ഇവിടെയുള്ള ഈ ഹൈഡ്രജൻ പോയി, ആ ഹൈഡ്രജൻ പ്ലേസിൽ ആര് കയറി, വീണ്ടും ഒരു Cl കയറി. അപ്പം ഇതിന്റെ ഫോർമുല എന്തായി, ഇപ്പം CH2Cl2 എന്നായില്ല, 2 ഹൈഡ്രജനും
രണ്ട് ക്ലോറിൻ ആയിട്ട് മാറി. CH2 Cl2 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറി, ഡൈക്ലോറോ മീഥൈൻ ആയിട്ട് മാറി. ഇനി വീണ്ടും നമ്മൾ ഇതിന്റെ കൂടെ ക്ലോറിൻ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡൈക്ലോറോ മീഥൈന്റെ കൂടെ വീണ്ടും നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക? ഇവിടെ ഒരു ഈ ഹൈഡ്രജന്റെ പ്ലേസിൽ ആര് കയറും? ഒരു ക്ലോറിൻ അങ്ങോട്ട് കയറും അല്ലെ. എന്നിട്ട് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഈ ട്രൈക്ലോറോ മീഥൈൻ എന്ന് പറയും. ട്രൈക്ലോറോ എന്ന് പറഞ്ഞാൽ 3 ക്ലോറിനായി. ഇനി ആരെ ബാക്കിയുള്ളൂ? ഒരു ഹൈഡ്രജൻ കൂടിയേ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പം ഓരോ ഹൈഡ്രജനെ ക്ലോറിൻ പുറത്താക്കി അതിന്റെ പ്ലേസിൽ ക്ലോറിൻ കയറുന്നുണ്ട്. ഇനി ഈ ട്രൈക്ലോറോ മീഥൈന്റെ കൂടെ നമ്മൾ വീണ്ടും ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഹൈഡ്രജൻ എല്ലാം പോയി. ഇപ്പൊ അവിടെ ആര് മാത്രമേ ഉള്ളൂ? ക്ലോറിൻ മാത്രം. ഹൈഡ്രജന്റെ പ്ലേസിൽ ക്ലോറിൻ കയറി അല്ലെ, ഇങ്ങനെയായിട്ട് മാറി. ഇതാണ് നമ്മൾ കാർബൺ ടെട്രാക്ലോറൈഡ്, CCl4, കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, കാർബൺ ടെട്രാക്ലോറൈഡ്. അപ്പൊ ഈ റിയാക്ഷൻസിൽ ഇങ്ങനെ ചേഞ്ചസ് ഒക്കെ സംഭവിച്ചു. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഒരു ചോദ്യം. വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഫോംഡ് വെൻ ethane CH3CH3 or C2H6 reacts with chlorine? Write the equations. ഇവിടെ നമ്മുടെ ഈഥേൻ ആണ് റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും അത് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. അപ്പം ഈഥെയിൻ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ മോളിക്കുലർ സ്ട്രക്ചർ വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ ഫോർമുല വെച്ചിട്ടോ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കാം. ഈഥെയിൻ C2H6 ആണ് അല്ലെ. ഇവിടെ H, ഇവിടെ H, ഇവിടെ H. ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ക്ലോറിൻ ആഡ് ചെയ്യാണ്. അപ്പൊ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു ഹൈഡ്രജൻ മാറി ആ ഹൈഡ്രജൻ പ്ലേസിൽ ആര് കയറും? ഒരു ക്ലോറിൻ കയറും അല്ലെ. ഒരു ക്ലോറിൻ അതിന്റെ പ്ലേസിൽ കയറുന്നുണ്ടാവും. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടാന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ ഫോർമുല എന്തായിരിക്കും? C2H5Cl എന്നാവും അല്ലെ. C2H5Cl. ഇതിന്റെ ഫോർമുല എന്താണ്? C2H6 ആയിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു H പോയി അതിന് പ്ലേസ് ഒരു ക്ലോറിൻ കയറി പ്ലസ് ഇവിടെ എന്തായിരിക്കും? HCl ആയിരിക്കും വരുന്നത്. അങ്ങനെ ഓരോ സ്റ്റെപ്പ് അല്ലെ 6 സ്റ്റെപ്പ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. അപ്പം അവസാനത്തെ സ്റ്റെപ്പിൽ എന്ത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? നമുക്ക് അവിടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടുക 2 കാർബൺ ഉണ്ടാവും, 6 ക്ലോറിൻ ആറ്റവും ഉണ്ടാവും അല്ലെ. ഇങ്ങനെയായിരിക്കും എന്റെ ഷേപ്പ് വരാം. അപ്പം 6 ഹൈഡ്രജന്റെ പ്ലേസിൽ അവിടെ എല്ലാവരും ആര് കയറിയിട്ടുണ്ടാവും? എല്ലാം ക്ലോറിൻ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓരോ സ്റ്റെപ്പില് ഓരോ ക്ലോറിൻ ഇങ്ങനെ ആഡ് ചെയ്ത് പോവും. അവസാനത്തെ ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയായിട്ട് മാറും അല്ലെ. ഇങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നെ ആ അവസാനത്തെ ഹൈഡ്രജനും ക്ലോറിനും കൂടി ചേർന്ന് HCl ആയിട്ട് ഇങ്ങനെ പോകും അല്ലെ. ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ വരാം. ഞാനിപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റും ലാസ്റ്റ് സ്റ്റെപ്പാണ് എഴുതിയത്. നിങ്ങളത് എന്തായാലും എന്ത് ചെയ്യാ? കംപ്ലീറ്റ് സ്റ്റെപ്പ് അല്ലെ. ബാക്കി വരുന്ന 5 സ്റ്റെപ്സ് നിങ്ങൾ എഴുതി ചെയ്ത് നോക്കണം. എന്നാൽ നിങ്ങൾക്ക് അതൊന്നും കൂടി ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് എന്ത്? എഡിഷൻ റിയാക്ഷൻ എന്ന് പറയും. അപ്പൊ എഡിഷൻ റിയാക്ഷൻ പഠിക്കുന്നതിന് മുന്നേ ഇവിടെ നമുക്ക് 3 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഇവിടെ ചോദ്യം എന്താ? വിച്ച് എമംഗ് ദീസ് ആർ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്? റൈറ്റ് ദെയർ IUPAC നെയിം. ഇവിടെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. എന്താണ് ഈ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഹൈഡ്രോകാർബന്റെ ഇടയിലാണോ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്നത് അവരാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക്
ഇതും മാത്രമേ ഉള്ളൂ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. ഇതൊരു സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ് അല്ലെ. ഇതിനകത്ത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒന്നുമില്ല. അപ്പൊ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന ഏതാണോ അത് മാത്രമാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ഇപ്പൊ നമുക്കിവിടെ രണ്ട് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ഉണ്ട്, ഒന്ന് ഡബിൾ ബോണ്ട് ഉള്ളത്, ഒന്ന് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. അപ്പം അത് നമ്മളിവിടെ പേരെടുത്ത് എഴുതാം. ആദ്യത്തത് CH2 ഡബിൾ ബോണ്ട് CH2. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, എത്തീൻ എന്ന് പറയുന്നത്. എത്തീൻ ആണ് ഇതിന്റെ IUPAC നെയിം, എത്തീൻ. രണ്ടാമത്തെ എന്താ, CH ട്രിപ്പിൾ ബോണ്ട് CH. രണ്ട് കാർബൺ തന്നെയാണ്. അപ്പം നമ്മൾ തുടക്കം പ്രിഫിക്സ് എന്തായിരിക്കും, ETH തന്നെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ പേര് എത്തീൻ ആണ്, ETH, ഈഥൈൻ, സോറി ഈഥൈൻ എന്ന് വരും, ഈഥൈൻ അല്ലെ. എത്തീന് ഡബിൾ ബോണ്ട് വരുന്നത് സിംഗിൾ ബോണ്ട് ഈഥൈൻ, ട്രിപ്പിൾ ബോണ്ട് വരുമ്പം ഈഥൈൻ അല്ലെ. ഇതാണ് ഇതിന്റെ IUPAC നെയിം. ഇനി വേറൊരു റിയാക്ഷൻ നോക്കാം അവിടെ. അപ്പൊ അവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ എത്തീൻ C2H4 ആൻഡ് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ ആസ് കാറ്റലിസ്റ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇസ് ഗിവൺ. നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. നിക്കൽ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് ഒരു റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസ്. പക്ഷെ അതെന്ത് ചെയ്യൂല, ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റിന്റെ ഭാഗമായി മാറൂല അല്ലെ. അത് പ്രൊഡക്റ്റിനെ കൂടുതലൊന്നും കൂടൂല, പക്ഷെ റിയാക്ഷന്റെ സ്പീഡ് റേറ്റ് കൂട്ടോ കുറയ്ക്കോ ചെയ്യും. അങ്ങനെയുള്ള സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നിക്കൽ. അപ്പൊ ഈ റിയാക്ഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് നിക്കൽ കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചറാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് ഇവിടെ എന്താ ചോദിക്കുന്നത്, എന്ത് ചെയ്യാനാ പറയുന്നത്, അതിന്റെ മോളിക്യുലർ സ്ട്രക്ചറും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാണ് നമ്മളുടെ ചോദ്യം. വാട്ട് ചേഞ്ച് ടേക്ക് പ്ലേസ് ടു ദ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഇൻ എത്തീൻ അല്ലെ. ഡബിൾ ബോണ്ടിൽ എന്ത് മാറ്റം വന്നു എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. CH2 ഡബിൾ ബോണ്ട് CH2 ഇതാണ് നമ്മളുടെ എത്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ എത്തിന്റെ കൂടെ നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്തു നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ, ഇവിടെ രണ്ട് ഹൈഡ്രജൻ അല്ലേ. ഈ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് പോവും, മറ്റേ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും വന്നിട്ട് നമുക്ക് അവിടെ കിട്ടുക എന്താണ്, CH3 സിംഗിൾ ബോണ്ട് CH3. ഇതെന്താ സാധനം, ഈഥേൻ ആയിട്ട് മാറിയില്ലേ. നമ്മളുടെ ഡബിൾ ബോണ്ട് അങ്ങോട്ട് പോയി, അവിടെ സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്, എഡിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എഡിഷൻ റിയാക്ഷൻ. അപ്പൊ ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്തായി മാറി, ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിട്ട് മാറി. അപ്പൊ നമ്മളുടെ ഇവിടെ ചോദിച്ചത് വാട്ട് ഹാപ്പൻ ടു ദ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ എന്താ സംഭവിച്ചത്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ചേഞ്ച്ഡ് ഇൻ ടു സിംഗിൾ ബോണ്ട് അല്ലെ. അതെന്തായി മാറി, ഒരു സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. ഓക്കെ, പിന്നെ വാട്ട് ഇസ് ദ പ്രൊഡക്റ്റ് ഫോം. പ്രൊഡക്റ്റിന് പേര് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. എന്താണത്, ഈഥേൻ. എത്തീൻ എന്നുള്ളത് എന്തായി മാറി, ഈഥേൻ ആയിട്ട് മാറി. ഓക്കെ, ഈഥേൻ ആയി. ഈസ് ദിസ് പ്രൊഡക്റ്റ് സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സിംഗിൾ ബോണ്ട് ഉള്ളത് നമ്മൾ എന്താ പറയുന്നത്, സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്നാണ് പറയാം. അപ്പൊ ഇതെന്താണ്, ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ്. അൺസാച്ചുറേറ്റഡ് എന്തായി മാറി, അഡിഷൻ റിയാക്ഷൻ കഴിഞ്ഞപ്പം ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിട്ട് മാറി. അപ്പം ഇങ്ങനെയുള്ള റിയാക്ഷൻ നമ്മൾ എന്ത് പറയുന്നത്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ഡബിൾ ബോണ്ട് ഉള്ളതോ ട്രിപ്പിൾ ബോണ്ട് ഉള്ളതോ അത് സിംഗിൾ ബോണ്ടായി മാറുക. ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, എഡിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എഡിഷൻ റിയാക്ഷൻ. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നോക്കാം. എന്താണ് എഡിഷൻ റിയാക്ഷന്റെ ഡെഫിനിഷൻ വരാന്ന്. Addition reactions are reactions in which unsaturated organic compounds with double or triple bonds combine with certain molecules to form saturated compounds. The reaction in which triple bonded organic compounds partially combine with small molecules to form double bonded compounds are also addition reaction. അപ്പം ട്രിപ്പിൾ ബോണ്ടിലേക്കാണ് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പം CH ട്രിപ്പിൾ ബോണ്ട് CH, അതിന്റെ കൂടെ നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക, ഇവിടെ CH2 ആവും, ഇവിടെയും CH2 ആവും. പക്ഷെ
ട്രിപ്പിൾ ബോണ്ട് എന്തായിട്ട് മാറുന്നുള്ളൂ? ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയിട്ട് മാറുന്നേ ഉള്ളൂ അല്ലെ? ഇതും തന്നെയാണ്, അഡീഷൻ റിയാക്ഷൻ തന്നെയാണ്. ബോണ്ടിന്റെ എണ്ണം കുറഞ്ഞല്ലേ, ഡബിൾ ആയി മാറി, ട്രിപ്പിൾ ബോണ്ടിലും ഡബിൾ ബോണ്ടായി. ഇനി ഇതിന്റെ അകത്ത് വീണ്ടും നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് സ്റ്റെപ്പിൽ ഇത് എന്തായി മാറുക? CH3 സിംഗിൾ ബോണ്ട് CH3 ആയിട്ട് മാറാം. അപ്പൊ ട്രിപ്പിൾ ബോണ്ടിൽ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിയുമ്പം ഡബിൾ ബോണ്ട് മാറുന്നത് നമ്മൾ എന്തായിട്ട് തന്നെ കണക്കാക്കുന്നത്? എഡിഷൻ റിയാക്ഷൻ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നമ്മളെടുത്ത് കംപ്ലീറ്റ് ദ കെമിക്കൽ റിയാക്ഷൻസ്. അവിടെ എന്താ ചെയ്യേണ്ടത്? എഡിഷൻ റിയാക്ഷൻ ഓഫ് ഈഥൈൻ ആൻഡ് എത്തീൻ. അവിടെ ഈഥൈന്റെ കൂടെ നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുന്നതാണ് ചോദിച്ചത്. ഞാൻ മുകളിൽ എഴുതി കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. അതെന്തായി മാറും? ട്രിപ്പിൾ ബോണ്ടുള്ള പോയി അവിടെ ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. CH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറും. ഈ CH2 ഡബിൾ ബോണ്ട് CH2 ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാലോ? ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ നേരത്തെ ഞാനിവിടെ എഴുതിയത് CH3 പകരം നമ്മൾ ഹൈഡ്രജന് പകരം എന്താ ആഡ് ചെയ്യുന്നത്? 2 ക്ലോറിൻ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്ലോറിൻ ആദ്യത്തെ ഹൈഡ്രജന്റെ കാർബണിന്റെ കൂടെ അങ്ങോട്ട് പോവും, CH2Cl ആവും, സിംഗിൾ ബോണ്ട് ആവും, CH2Cl ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഞാൻ കാണിച്ചാല് ഈ പ്ലസ് H2 എന്താ ചെയ്തെന്ന്? ഇവിടെ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് പോയി, രണ്ടാമത്തെ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്കും പോയി. അതിന് പകരം ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ ഒരു ക്ലോറിൻ ഇതിന്റെ കൂടെയും പോവും, മറ്റേ ക്ലോറിൻ രണ്ടാമത്തെ കാർബണിന്റെ കൂടെയും പോവും. അങ്ങനെയാണ് നമുക്ക് CH2Cl എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ട് അവിടെ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയാലും എന്താന്നുള്ളത്. ഇനി ഈ ഒരു ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. CH3CH2 പ്ലസ് H2 അതെന്താ സാധനം? പ്രൊപ്പീൻ ആണത് അല്ലെ, പ്രൊപ്പീൻ. ആ പ്രൊപ്പീന്റെ കൂടെ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് അവിടെ സംഭവിക്കുന്നത് കാണാം. അപ്പം ഇവിടെ ഒരു ഹൈഡ്രജൻ എങ്ങോട്ട് പോവും? ഈ ഒരു ഹൈഡ്രജൻ ഈ ഒരു കാർബണിന്റെ മുകളിലേക്കും പോവും, രണ്ടാമത്തെ ഹൈഡ്രജൻ ഈ കാർബണിന്റെ മുകളിലേക്കും പോവും. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെയായിരിക്കും: CH3 CH2 CH3 CH3 CH2 CH3 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് കിട്ടുക അല്ലെ, സിംഗിൾ ബോണ്ടായി മാറി. ഇത് വിളിക്കുന്ന പേരാണ് പ്രൊപ്പെയിൻ. പ്രൊപ്പെയിൻ ആയിട്ട് മാറി. പ്രൊപ്പീൻ എന്തായി? പ്രൊപ്പെയിൻ ആയി മാറി. ഇനി CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ ഒരു കാർബണിന്റെ മുകളിലേക്കും പോവും, റിമൈനിങ് ക്ലോറിൻ രണ്ടാമത്തെ കാർബണിന്റെ മുകളിലേക്കും പോവും അല്ലെ. അപ്പൊ എന്തായിരിക്കും നമുക്ക് അവിടെ ഫോം ചെയ്യുക? CH3 ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും, CH3 സിംഗിൾ ബോണ്ട് CH2Cl അല്ലെ, ഇങ്ങനെയായിട്ട് മാറും, സിംഗിൾ ബോണ്ടായി മാറി. ഇവിടെ എന്താ സംഭവിച്ചത്? HCl ഒരു H ആദ്യത്തെ കാർബണിന്റെ മുകളിലേക്ക് പോവും, ക്ലോറിൻ രണ്ടാമത്തെ കാർബണിന്റെ മുകളിലേക്ക് പോവും. ഡബിൾ ബോണ്ട് എന്തായി മാറി? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ലോറോ ഈഥേൻ. 2 കാർബണിൽ നിന്ന് ഈത്താണ് വരിക, ഇതിന്റെ പേര് ക്ലോറോ ഈഥേൻ. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ക്ലോറോ ഈഥേൻ എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് അല്ലെ. 4 കാർബൺ കോമ്പൗണ്ട് വരുമ്പോൾ എന്താണത്? ബ്യൂട്ടാണ് വരിക. ഇത് ബ്യൂട്ടീൻ ആണ്. ആ ബ്യൂട്ടീന്റെ കൂടെ നമ്മളൊരു HBr ഹൈഡ്രജൻ ബ്രോമൈഡ് യൂസ് ചെയ്യാന്ന് വിചാരിക്കാം. ഹൈഡ്രജൻ ബ്രോമൈഡ് യൂസ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു കാർബൺ, ഈ രണ്ടാമത്തെ കാർബണിന്റെ മുകളിലേക്ക് ഈ ഹൈഡ്രജൻ പോകും. ഓക്കെ, പിന്നെ ഈ ബ്രോമിൻ എന്ത് വെച്ചാല് ഇവിടെ ഇതിലേക്കും പോകും. ഓക്കെ, ഇതിലേക്ക് അങ്ങോട്ട് പോകും. അപ്പം ഇവിടെ ഉള്ള ഹൈഡ്രജൻ ആദ്യമുള്ള ഈ കാർബണിന്റെ മുകളിലേക്കും പോവും, പിന്നെ ബ്രോമിൻ ഈ കാർബണിന്റെ മുകളിലേക്കും പോവും. അപ്പം നമ്പറിങ് നമുക്കറിയാം, 1 2 3 4. എങ്ങനെ കൗണ്ട് ചെയ്താലും സെക്കൻഡ് കാർബണിന് തേർഡ് കാർബണിന്റെ മുകളിലായിരിക്കും ഡബിൾ ബോണ്ട് വരാം. ഇവിടുന്ന് കൗണ്ട് ചെയ്താലും 1 2 3 4 കണ്ടോ, ഒരേപോലെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് നമ്പറിങ് ലെഫ്റ്റ് ടു റൈറ്റോ റൈറ്റ് ടു ലെഫ്റ്റോ എടുത്താൽ കുഴപ്പമില്ല. അപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഞാനിപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ഹൈഡ്രജൻ ഈ സെക്കൻഡ് കാർബണിന്റെ മുകളിലേക്ക് പോയി, ബ്രോമിൻ ഈ തേർഡ് കാർബണിന്റെ മുകളിലേക്ക് പോയി. ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് കൗണ്ട് ചെയ്യുന്നത് കേട്ടോ, അങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം നമുക്കിവിടെ വേണ്ടത് പ്രൊഡക്റ്റ് എന്താ കിട്ടുക എന്നുള്ളതാ. അപ്പൊ ആ ഡബിൾ ബോണ്ട് അവിടെ ബ്രേക്ക് ആവും എന്ന് പറഞ്ഞു. അപ്പൊ CH3 സിംഗിൾ ബോണ്ട് CH എന്നുള്ളത് എന്താവും? CH2 എന്നാവും. CH2 പോയിട്ട് അവിടെ എന്തായി? സിംഗിൾ ബോണ്ട് ആയി. പിന്നെ CH നമുക്ക് എളുപ്പത്തിന് വേണ്ടി ബ്രോമിനെ താഴെ ഇങ്ങനെ ബ്രാഞ്ച് ആക്കി കൊടുക്കാം. ഓക്കെ, CH3
ഇങ്ങനെയായിട്ട് മാറി. ഇപ്പൊ സെക്കൻഡ് കാർബണിന്റെ മുകളിൽ 1 2 സെക്കൻഡ് കാർബണിന്റെ മുകളിലാണ് ഇത് ബ്രോമിൻ വരുന്നത്. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? 2 ബ്രോമോ. 4 കാർബൺ ആറ്റം വരുമ്പം ബ്യൂട്ടേൻ. സിംഗിൾ ബോണ്ട് ആണ്, 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ ഇതിന്റെ പേരെന്താണ്? 2 ബ്രോമോ ബ്യൂട്ടേൻ എന്നാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ 2 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് പഠിച്ചത്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും എഡിഷൻ റിയാക്ഷനും. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഒരു കാർബൺ ആറ്റത്തിന്റെ കൂടുതൽ ഹൈഡ്രജനെ മാറ്റി നമ്മൾ എന്താണോ ആഡ് ചെയ്യുന്നത് അത് അവിടെ കൂടി അതിന്റെ പ്ലേസിൽ കയറി ചേരാണ് അല്ലെ, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എഡിഷൻ റിയാക്ഷനോ കൂടിച്ചേരുക, ഡബിൾ ബോണ്ട് ഉള്ളത് ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ആവും. ട്രിപ്പിൾ ബോണ്ടിന് കൂടെ നമ്മൾ ഒരു കോമ്പൗണ്ട് ആഡ് ചെയ്യുന്നെങ്കിൽ അത് ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് എന്തിലേക്ക് പോകും? ഡബിൾ ബോണ്ടായി മാറും. വീണ്ടും നമ്മൾ സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ബോണ്ടിലേക്ക് വരും, സാച്ചുറേറ്റഡ് ആവും അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ഇനി ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.